നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുള്ളിയെ കുറിച്ചാണ്. ഏത് ക്ലാസ്സിലായിരുന്നു നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചത്? ഏത് ചാപ്റ്റർ ബേസ് ചെയ്തിട്ടായിരുന്നു? ലോസ് ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ സോ ഇതിന്റെ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? ഇത് എന്താ എലിവേറ്റ് ചെയ്യാനും പിന്നെ കിണറിൽ നിന്ന് വെള്ളം എടുക്കാനൊക്കെ അല്ലേ? സോ നമ്മൾ ട്രഡീഷണൽ സിസ്റ്റം ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ മോട്ടർ വെച്ചിട്ടാണ് വെള്ളം എടുക്കുന്നത്. ബട്ട് ഈവൻ തോ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നമ്മുടെയൊക്കെ പഴയ വീടുകളിലൊക്കെ എപ്പോഴും നമുക്ക് ഈ ഒരു പുള്ളി സിസ്റ്റം കാണാൻ പറ്റും, റൈറ്റ്? അപ്പോൾ ഇതിന്റെ ഇക്വേഷൻസ് ഉണ്ടായിരുന്നു, അത് ഓർക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ അപ്വേർഡ്സ് ആണെന്ന് വെച്ചോ, മോഷൻ അപ്വേർഡ്സ് ആണെങ്കിൽ ടെൻഷന്റെ ഇക്വേഷൻ എം എന്താണ്? മാസ് ആണ്. ജി ഗ്രാവിറ്റിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ദെൻ എ എന്നുള്ളത് അതിന്റെ ആക്സലറേഷൻ ആണ്. ഓക്കെ, സോ ഡൗൺവേർഡ്സ് ആണെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? ഡൗൺവേർഡ്സ് ആണെങ്കിൽ ജി മൈനസ് എ. ഓക്കെ, ദെൻ മറ്റൊരു കേസ്, അതായത് ഇപ്പോൾ ലിഫ്റ്റ് പൊട്ടിപ്പോയി അല്ലെങ്കിൽ ആ റോപ്പ് ബ്രേക്ക് ചെയ്തു എന്ന് വെച്ചോ, അതായത് ഫ്രീലി ഫോളിംഗ് ആണ് കോൺസെപ്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ ടെൻഷന്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് ടി ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് ഇ ആവും അല്ലേ? ആ എ എന്നുള്ളത് എന്തിനോട് ഈക്വൽ ആവും? ജിയോട് ഈക്വൽ ആവും. സോ ടെൻഷൻ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇഷ്ടംപോലെ പ്രോബ്ലംസും ആക്ച്വലി നമ്മൾ ക്ലാസ് 11th ബേസ്ഡ് ഫിസിക്സിൽ പഠിക്കുന്നുണ്ട് അല്ലേ? സോ നീറ്റ് എക്സാമിനും ജെ എക്സാംസിനും ഒക്കെ നമ്പർ ഓഫ് പ്രോബ്ലംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. ശരിയല്ലേ? യെസ്. ഓക്കെ, യെസ്.